സംസ്ഥാനത്ത് പോളിംഗ് പുരോഗമിച്ചു വരികയാണ്. ഇനി 3 മണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. 6 മണിവരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. അപ്പോൾ ഈ ഉച്ച സമയത്ത് എല്ലാ ബൂത്തുകളിലും പൊതുവെ ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചു വരുന്നത്. പക്ഷേ ഒരു 4 മണിക്ക് ശേഷം വലിയ രീതിയിൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തും, വോട്ട് രേഖപ്പെടുത്തും എന്നാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പലയിടത്തും ഈ ചൂടിനെ വകവയ്ക്കാതെ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിൽ എത്തുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനെ ചൊല്ലിയുള്ള ചില പരാതികളും തർക്കങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്നു. അത് കാരണം ചിലയിടങ്ങളിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന പരാതിയും വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട്. ചിലയിടത്ത് വോട്ട് ചെയ്യുമ്പോൾ ചിഹ്നം മാറി വന്നു എന്ന പരാതിയടക്കം ഉയർന്നു വന്നിരിക്കുകയാണ്. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, അവിടെ ഇപ്പോൾ എന്താണ് കാഴ്ച? പൊതുവെ മന്ദഗതിയിലാണോ പോളിംഗ് പുരോഗമിക്കുന്നത്? ദിവ്യ, കോട്ടയം മണ്ഡലത്തിലും പൊതുവെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതുവരെയും 44% ഔദ്യോഗികമായി പുറത്തു വന്ന പോളിംഗ് ശതമാന കണക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് SH മൗണ്ടിന് സമീപമുള്ള SH മൗണ്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ബൂത്തിലാണ്. 23-ാം നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്ത് അടക്കമുള്ള എല്ലാ ബൂത്തുകളിലും പൊതുവെ തിരക്ക് കുറവാണ്. രാവിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിരുന്ന സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് മറ്റ് പലയിടങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുകയും പല ബൂത്തുകളിൽ പോവുകയും ചെയ്തിരുന്നു. പൊതുവെ രാവിലെ നേരിയ തിരക്കൊഴിച്ചാൽ പിന്നീട് തിരക്ക് കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നമുക്ക് ക്യൂവിൽ ദൃശ്യമാകും. 10-ൽ താഴെ ആളുകൾ മാത്രമാണ് ക്യൂവിലുള്ളത്. മറ്റ് 2 ബൂത്തുകളിലും താരതമ്യേന ആളുകൾ കുറവാണ്. എന്തായാലും രാവിലെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ പരിഹരിക്കപ്പെട്ടു. കൂടാതെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണെന്ന് MLA പരാതി ഉന്നയിച്ചിരുന്നു. പ്രമുഖരൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി VN വാസവൻ, LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരടക്കം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഉൾപ്പെടുന്ന ഇരാറ്റുപേട്ട മേഖലയിലും PC ജോർജ് അടക്കമുള്ള നേതാക്കൾ, MLA പൂഞ്ഞാർ MLA, ചങ്ങനാശ്ശേരി ബിഷപ്പ്, പാലാ ബിഷപ്പ് എന്നിവരടക്കം ഈ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ പൊതുവെ മന്ദഗതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ജോലിക്കൊക്കെ പോയിരിക്കുന്ന ആളുകൾ വൈകുന്നേരത്തോടു കൂടി എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ഇലക്ഷൻ കമ്മിറ്റി പാർട്ടിയുടെ ചുമതലയിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. എന്തായാലും 12 ലക്ഷത്തോളം വോട്ടർമാരാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 6 ലക്ഷത്തിൽ അടുത്തേക്ക് മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതായത് 50% മാത്രം പോളിംഗിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വൈകുന്നേരം കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ പല പോളിംഗ് ബൂത്തുകളിലും ഈ കാലതാമസം കൊണ്ട് ആളുകളുടെ ക്യൂ ഉണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ക്യൂ ഉണ്ടെങ്കിൽ അവസാനം 6 മണിക്ക് സമയത്ത് ക്യൂവിലുള്ള ആളുകൾക്കൊക്കെയും ടോക്കൺ നൽകി വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കനത്ത ചൂട് ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം പൊതുവെ ആളുകളൊരു നിസ്സംഗത തെരഞ്ഞെടുപ്പിനോട് കാണിക്കുന്നു എന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പൊതുവെ ആളുകളുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. നമ്മൾ മറ്റൊരു ബൂത്ത്, ഞാൻ നിൽക്കുന്ന സ്കൂളിലെ തന്നെ മറ്റൊരു ബൂത്താണ് തൊട്ടപ്പുറത്തുള്ളത്. ഇവിടേക്കും ആളുകൾ തീരെ കുറവാണ്. ഈ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വളരെ മന്ദഗതിയിലാണ് കോട്ടയം മണ്ഡലത്തിൽ പുരോഗമിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുകൾ നേരിട്ടുള്ള ഏറ്റുമുട്ടുന്ന മത്സരം. NDAയുടെ സ്ഥാനാർത്ഥിയെ BDJSന്റെ സ്ഥാനാർത്ഥിയെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു. 14ഓളം സ്ഥാനാർത്ഥികളുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം 75% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലമാണ്. അതിലേക്കൊക്കെ എത്തുമെന്നൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് അതിലേക്ക് എത്തുമെന്നൊരു ആശങ്ക തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെയും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന SH മൗണ്ടിലെ 3 ബൂത്തുകളിലും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ളത്. അവർ വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പിന്നീട് ആളുകൾ ഉണ്ടാവില്ല. എന്തായാലും ആളുകൾ ക്യൂവിലുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമായിരിക്കും വൈകുന്നേരം ടോക്കൺ കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. പ്രമുഖരൊക്കെയും നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ശരി, പലയിടത്തും ഇതാണ് അവസ്ഥ. ഈ ഉച്ച സമയമായതുകൊണ്ട് അതിശക്തമായ ചൂടും വെയിലും ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്.